പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നുവോ? ഇരുട്ടുള്ളയൊരു പരിതസ്ഥിതി, എന്തു ചെയ്യണമെന്നറിയില്ല, ഇരുട്ടിൽ പതറുന്നയൊരു പരിതസ്ഥിതി കാണുന്നുണ്ടോ? ഒന്നും ഭയപ്പെടേണ്ട, സൂര്യൻ ഉദിക്കുന്നത് കാണുന്നുണ്ടല്ലോ. വെളിച്ചം വന്നാൽ ഇരുട്ട് താനേ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ചില പകുതികൾ ഇരുട്ടായിരിക്കുന്നുണ്ടല്ലേ? പാപമെന്ന ഇരുട്ട്, ശാപമെന്ന ഇരുട്ട്, വ്യാധി എന്ന ഇരുട്ട്, ഭയം എന്ന ഇരുട്ട്, പരിഭ്രമം എന്ന ഇരുട്ട്, ദുഷ്ടമനുഷ്യരാൽ ഉണ്ടാകുന്ന ഇരുട്ട്, ദുഷിച്ച ആത്മാക്കളാൽ ഉണ്ടാകുന്ന ഇരുട്ട്. ഏതോ ഒരു ഇരുട്ട് നിങ്ങളെ ചുറ്റിവളഞ്ഞിരിക്കുകയാണല്ലേ? എന്തു ചെയ്യണമെന്നറിയാതെ ചാഞ്ചാടുകയാണല്ലേ? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ദൈവം തരുന്ന വാക്കെന്താണെന്നറിയാമോ? മലാക്കി 4-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യൻ, സൺ ഓഫ് റൈച്ചസ്നസ്. സൺ ഓഫ് റൈച്ചസ്നസ് എന്ന് വെച്ചാൽ ആരാണ്? യേശുക്രിസ്തു. യേശുവാണ് നീതി സൂര്യൻ. കണ്ടോ, യേശു വന്നാൽ ഇരുട്ടകലും, ജീവിതത്തിൽ വെളിച്ചമുണ്ടാകും. യേശുവിൻ്റെ ഒരു പേരാണ് നീതി സൂര്യൻ എന്നത്. സൂര്യനെ നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. സൂര്യനെ സൃഷ്ടിച്ച ദൈവമാണ് യേശുക്രിസ്തു. യേശുവാണ് സൂര്യനെ ഉണ്ടാക്കിയത്. ആ യേശുവിൻ്റെ മേൽ വിശ്വാസം അർപ്പിക്കണം. യേശുവിനെ വിശ്വസിക്കണം. യേശുവാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ വെളിച്ചം കൊണ്ടുവന്നവൻ, ഞാൻ ലോകത്തിന് വെളിച്ചമാണ് എന്ന് പറഞ്ഞവൻ. ഇന്ന് യേശു നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റാൻ പോകുന്നു. ഏതിരുട്ടാണ് നിങ്ങളുടെ ജീവിതത്തെ കവർന്നിരിക്കുന്നത്? ചില പാപങ്ങൾ വിടാനാവില്ല. അതിരുട്ടായി ചുറ്റിവളഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നു. തെറ്റാണെന്നറിഞ്ഞിട്ടും വിടാൻ സാധിക്കുന്നില്ല. ഭയപ്പെടേണ്ട. യേശു എന്ന നീതി സൂര്യന് ഇടം കൊടുക്കൂ. താനെ ആ ഇരുട്ട് അകന്നു പോകുന്നതാണ്. താനെ പിശാചിന്റെ ഇരുട്ട് മാറിപ്പോകും. മന്ത്രവാദവും ആഭിചാരവും ശത്രുവിന്റെ ക്രിയകളും അകന്നു പോകും. ദൈവം വാക്ക് തന്നിരിക്കുന്നു, നിങ്ങളുടെ മേൽ നീതി സൂര്യൻ ഉദിക്കും. ഭയത്തോടെ ദൈവഭക്തിയോടുകൂടെ ഇരിക്കുന്നവരുടെ മേലാണ് നീതി സൂര്യൻ ഉദിക്കുക. അതിനാൽ യേശുവേ, അങ്ങയുടെ നാമത്തെ ഞാൻ ഭയപ്പെടുന്നു, അങ്ങയുടെ നാമത്തെ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ വെളിച്ചമായി വരേണമേ എന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. യേശുവിന്റെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരും, നിങ്ങളുടെ വീട്ടിനുള്ളിൽ വരും, നിങ്ങളുടെ ബിസിനസിന്റെ സ്ഥലത്ത് വരും. നിങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ആ വെളിച്ചം വന്ന ഉടനെ നോക്കൂ, ഇരുട്ടെല്ലാം മാറി ഒരു വെളിച്ചം, സന്തോഷമുണ്ടാകും. ഇരുട്ട് വന്നാൽ ഒരുതരം ഭയവും പരിഭ്രമവും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുന്നത്. എന്നാൽ വെളിച്ചം വന്ന ഉടനെ പുറത്ത് സ്വതന്ത്രമായി സന്തോഷത്തോടെ നടക്കാൻ ആരംഭിക്കുന്നു. ഏതോ ഒരു കാര്യം നിങ്ങളെ തടുത്തു നിർത്തിയിരിക്കുന്നു. അതോർത്ത് പേടിച്ച് 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 നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുന്നു, പുറത്തു പോകാൻ ഭയപ്പെടുന്നു. കടത്തിന്റെ പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത്? കടം തന്നവർ ഞെരുക്കുന്നുണ്ടോ? ഏതോ മനുഷ്യരെ കൊണ്ടുണ്ടായ പ്രശ്നം കാരണം പരിഭ്രമിച്ചിരിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഭയപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്നത്? ഒരിരുട്ട് മൂടിയിരിക്കുന്നു. ആ ഇരുട്ട് മാറ്റാനായി നീതി സൂര്യനായ യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കും എന്ന് വാക്ക് തരുന്നു. ഇന്ന് ആ വെളിച്ചം വരും. ഇന്ന് ആ സ്ഥിതി മാറും. സന്തോഷമുണ്ടാകും. ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് മാറ്റി വെളിച്ചം തരാനായി യേശു കുരിശിൽ തന്നെ ബലിയർപ്പിച്ചു. അതുകൊണ്ടാണ് യേശു മുഖേന ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ യേശു എന്റെ നീതി സൂര്യനാണ്. എന്റെ ജീവിതത്തിലേക്ക് വരണേ, എന്റെ ജീവിതം വെളിച്ചമാവട്ടെ എന്ന് വിളിക്കൂ. ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കൂ. എന്നാൽ ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കൂ, യേശുവേ, എന്റെ നീതി സൂര്യനെ എന്റെ ജീവിതത്തിൽ അങ്ങ് ഉദിക്കണം. അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിലെ സകല ഇരുട്ടിന്റെ ക്രിയകളും നശിക്കണം. പാപ ഇരുട്ട് നീങ്ങി എനിക്കൊരു വിശുദ്ധിയുള്ള വെളിച്ചമുണ്ടാവണം. ഭയമെന്ന ഇരുട്ട് മാറി ഒരു ധൈര്യവും സന്തോഷവും എന്നുള്ള വെളിച്ചം വരണം. ശാപം എന്ന ഇരുട്ട് മാറി ആശീർവാദം എന്ന വെളിച്ചമുണ്ടാവണം. വ്യാധി എന്ന ഇരുട്ട് മാറി നല്ല ആരോഗ്യം, സുഖം എന്ന വെളിച്ചമുണ്ടാവണം. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിന്റെ ക്രിയകൾ ഇല്ലാതാവണം. നീതി സൂര്യനെ എന്റെ ജീവിതത്തെ വെളിച്ചമാക്കി മാറ്റണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ